ഇനി സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഫ്രീക്വൻസി കൗണ്ട്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. സ്റ്റെപ്പ് കൗണ്ട് എന്ന് കൂടി പറയൂ കേട്ടോ. ഫ്രീക്വൻസി കൗണ്ട് ഓർ സ്റ്റെപ്പ് കൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക, ഫ്രീക്വൻസി കൗണ്ട് മീൻസ് ഹൗ മെനി ടൈംസ് സർട്ടൻ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ടഡ് ഇൻ എ പീസ് ഓഫ് കോഡ്. ഇപ്പോൾ ഇതൊരു പ്രോഗ്രാം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ മെയിനിനകത്ത് 3 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, എൻ്റർ യുവർ നെയിം. ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ ക്യാർ നെയിം ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പേസ് കൗണ്ടാണ് വരുന്നത്. സ്പേസ് ആവശ്യമുണ്ട്, നെയിമിന് വേണ്ടിയുള്ള സ്പേസ് ആവശ്യമുണ്ട്. പക്ഷേ നമുക്കിവിടെ ഇൻസ്ട്രക്ഷൻ സ്പേസ് അല്ലെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി അവിടെ വരുന്നില്ല. ഇനി വന്നിട്ട് പ്രിൻ്റ് ഓഫ് എൻ്റർ യുവർ നെയിം. ഇത് എത്ര തവണ ഈ പ്രോഗ്രാമിനകത്ത് എക്സിക്യൂട്ട് ചെയ്യും? ഒരു തവണയല്ലേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ടൈം കൗണ്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ടൈംസ് ദിസ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ടഡ് ഇൻ ദി പ്രോഗ്രാം. നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയുമ്പോൾ ഇത് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? ഒരു തവണയല്ലേ ഉള്ളൂ. അതുപോലെ സ്കാൻ ഓഫ് നെയിം റീഡ് ചെയ്തു, ഇത് ഒരു തവണയല്ലേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇതിനെയാണ് ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത്. ഒരു ഫോർ ലൂപ്പിനകത്താണ് ഇത് വരുന്നതെങ്കിലോ, ഒരു ഫോർ ലൂപ്പിനകത്താണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ, ഇത് വേറൊരു എക്സാമ്പിൾ പറയാം. ഇത് ഫോർ i = ഇതിലെങ്ങനെയാണ് n ടൈംസ് ഇത് എക്സിക്യൂട്ട് ചെയ്യും അല്ലേ, n ടൈംസ് ഈ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ഫോർ ലൂപ്പോ n+1 ടൈം, അതായത് ഇത് ട്രൂ ആവുന്നത് n ടൈമും ഒരു തവണ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും ഇരിക്കും.